മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളിലുള്ള ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. മഹാദേവൻ നിങ്ങളിൽ തന്നെയുണ്ടെന്ന നിങ്ങളുടെ ഉറച്ച വിശ്വാസം, അത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. എത്രമാത്രം കഷ്ടതകളിലൂടെ നിങ്ങൾ കടന്നുപോയി, അതെല്ലാം നിങ്ങളുടെ വിജയത്തിൻ്റെ മാധുര്യം കൂട്ടുന്നതായിരിക്കും. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമായി നിങ്ങളിൽ മഹാദേവൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഭക്തരെ, നിങ്ങളുടെ കഷ്ടതകൾ മഹാദേവൻ കാണുന്നുണ്ട്. ദിനവും നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ മഹാദേവൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ യാചനകൾ മഹാദേവൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്? മഹാദേവൻ ആരാണെന്ന് നിങ്ങൾ അറിയുക. മഹാദേവൻ പരബ്രഹ്മമാകുന്നു. ഭക്തരെ, ഹൃദയം തകർന്ന് ദുഃഖിച്ചിരിക്കുന്നവരോട് മഹാദേവൻ പറയുന്നു, എല്ലാം സഹിച്ച് കരയാനാകാതെ ഹൃദയം തകർന്ന് ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചു. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ ചിന്തകളെയും മാറ്റി നിർത്തി നിങ്ങൾക്ക് വിധിച്ചതിനേക്കാൾ, നിങ്ങൾ കൊതിച്ചതിനേക്കാൾ ഒരുപാട് വലിയ സന്തോഷം നിങ്ങൾക്കായി മഹാദേവൻ കരുതി വച്ചിരിക്കുന്നു. മഹാദേവനിലുള്ള നിഷ്കളങ്കമായ നിങ്ങളുടെ ഭക്തി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള മാർഗമായി മഹാദേവൻ മാറ്റും. മഹാദേവന്റെ കരുതൽ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഭക്തരെ, ഒരാളെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക. ഒരാളോടും സ്നേഹത്തിനായി യാചിക്കാതിരിക്കുക. ഒരാളെയും ഒരുപാട് ആശ്രയിക്കാതിരിക്കുക. നിങ്ങളുടെ മൗനം ഒരാൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇല്ലാത്തത് അയാളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാറിക്കൊടുക്കുന്നത് അയാളിൽ സമാധാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അയാളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതാണ് അയാൾക്കു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. മാറിക്കൊടുക്കുക. ഭക്തരെ, പണമോ സൗന്ദര്യമോ എന്തുണ്ടായിട്ടും കാര്യമില്ല. മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ വേദനിപ്പിക്കാത്ത നല്ലൊരു മനസ്സാണ് വേണ്ടത്. സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും സ്നേഹത്തോടെ മാത്രം സംസാരിക്കാൻ കഴിയില്ല. ദേഷ്യവും പിണക്കവും പരിഭവങ്ങളും പരാതിയും എല്ലാം മാറി മാറി വരുന്നവർക്കിടയിലേ സ്നേഹമുള്ളൂ. നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത്. 1-ാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2-ാം തവണ ഇനിയൊന്നും പ്രതീക്ഷിക്കരുത് എന്ന പാഠവും. ഭക്തരെ, അസൂയയും അപകർഷതാബോധവുമാണ് മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. അവരെക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ അതിൽ അവർ അസ്വസ്ഥരാകുന്നതിൻ്റെ പ്രതിഫലനമായി അതിനെ കണ്ടാൽ മതി. മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക്. മനസ്സ് തകർക്കുവാനും മനസ്സ് നിറയ്ക്കുവാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറാരും ഇല്ല എന്നതാണ് സത്യം. ഭക്തരെ, കണ്ണുകൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. യാചിക്കും തോറും വിലയില്ലാതാകുന്ന ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ, അതാണ് സ്നേഹം. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത്, അത് നിങ്ങളെ നാളെ ശക്തനാക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.